നമസ്കാരം, രുചി വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോ ഇവിടെ ഉള്ളത് കൂർഗിലാണ്. കൂർഗിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും, ഓഫ് റോഡും കാര്യങ്ങളൊക്കെ. അതിനുശേഷമുള്ള വീഡിയോ ആണ്, രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് റിവർ റാഫ്റ്റിംഗ് ആൻഡ് എലിഫന്റ് ക്യാമ്പ്. യെസ്, അങ്ങനെ നമ്മൾ ദുബായ് എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ എലിഫന്റ് ക്യാമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്താണ്. ഈ പോകുന്നവരെല്ലാം എലിഫന്റ് ക്യാമ്പിലേക്ക് പോകുന്നവരാണ്. ഇതിൻ്റെ അപ്പുറത്താണ് റാഫ്റ്റിംഗ് ഉള്ളത്. ഈ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകുന്നത് മിനിമം 11 മണി വരെയാണ് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകുന്നത്. അതിനുശേഷം റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. റിവർ റാഫ്റ്റിംഗ് 5 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയത് കാരണം എലിഫന്റിനെ പോയി കാണാം, അത്രമാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. കുതിര സർവീസുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് എടുക്കണ്ട, നോക്കാം നമുക്ക്. ഇതെവിടെയാണോ ഇത്? 150 എவ்வளோ ടൈം? அந்த റോഡ് ടു ഇங்கே വരെ 150. ഓ, അവർ പറയുന്നത് ആ റോഡ് മുതൽ ഇവിടം വരെ വരാൻ 150 രൂപയാണ് ഇവർ പറയുന്നത്. എന്തായാലും നമ്മൾ അതെന്തായാലും നോക്കണമെന്നില്ല. അത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാനായിട്ട് 80 രൂപ അങ്ങോട്ട് എന്തോ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഉള്ള പൈസ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാമറയും കൂടി ഉണ്ടല്ലോ, ക്യാമറയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഈ എക്സ്ട്രാ 300 രൂപയും കൂടിയും അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കാണുമ്പോൾ 80 രൂപ കൊടുക്കാതെ നിങ്ങൾ സുഖമായിട്ട് കാണുമ്പോൾ ഒരു 10-50 പേര് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ബെനിഫിറ്റായി. മിനിമം 15 പേരെങ്കിലും വേണമെന്നാണ് അവർ പറയുന്നത്. ആ ഒരു ബോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതല്ലാതെ മുന്നോട്ട് പോയില്ല എന്നാണ് പറയണത്. ഒരാളെ മാത്രമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നാണ് പറയണത്. നല്ല നല്ല അടിപൊളി ചങ്ങല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. കൂർഗിലെ സുന്ദരികളായ പെൺകുട്ടികളും അതിലേറെ സുന്ദരമായിട്ടുള്ള നാടും അതിലേറെ സുന്ദരമായിട്ടുള്ള ആനകളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ തൃശ്ശൂർക്കാരല്ലേ, നമ്മൾ ആനേനെ കണ്ടുപരിച്ചൊന്നുമില്ലല്ലോ അല്ലേ? യെസ്, നമ്മൾ ഫൈനലി നമ്മൾ ആനയുടെ അടുത്തേക്ക് വന്നു. കീപ് കാം. ഇവിടെ കുറച്ച് പ്രശ്നക്കാരായിട്ടുള്ള ആനകളാണെന്ന് തോന്നുന്നു. ആ ഒരു ആനകളെ പൂട്ടാനുള്ള രീതിയിലുള്ള സംഭവങ്ങളല്ല നമ്മൾ അവിടെയും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്തരം കാഴ്ചകൾ. ഇവിടെ ഒരു കുട്ടിയാന, കൊമ്പ് വീണ കുട്ടിയാന വരുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് ടെററാണോ എന്നൊരു സംശയമുണ്ട്. ഒരു കൊമ്പ് ഒടിഞ്ഞതാണ്. Nagpur. Yes. I'm from Kerala. Yes. Nice. Okay. Okay. You're loving the place. Yeah, you're loving the place. Actually, I'm from Kerala. Yeah. Kerala is a lot of elephants is there. Yeah. Elephant festival is also there. That's why I'm. Yeah. I'm just visiting. You're enjoying. Okay. See, ഒരു ഭയങ്കര enthusiastic ആണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നതായ കാരണം ആനകളെ കാണുക എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല. കാരണം ആനകളുടെ ഈറ്റില്ലത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആനകളെ സംബന്ധിച്ച് ആനകളെ കാണാനാണ് തൃശ്ശൂർക്കാർ ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ
വരാതിരിക്കുകയായിരിക്കും നല്ലത്. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം. കാണാത്തൊരു കാഴ്ച ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളെല്ലാവരും വലിയ ആനകളുടെ പുറത്താണ് നമ്മൾ പോകുന്നത് കണ്ടിട്ടുള്ളത്. കുട്ടി ആനയുടെ പുറത്ത് പോകുന്നത് കണ്ടിട്ടില്ല. അതിന് ഇത്രയേറെ ഭാരം വലിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് നോക്കാം. ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല. കുട്ടിയാനയുടെ പുറത്ത് കയറി ആള് പോകുന്ന കാഴ്ച നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ടാവില്ല. ദിസ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ആനകളെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാണ്. ആ ഒരു ഭാഗത്തേക്ക് നമുക്കായിട്ട് എൻട്രി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഈ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാന കണ്ട നിങ്ങൾ, അന്യായ സൈസാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന തൂട്ടി കൊണ്ടാണ് അവൻ ഇത്രയും വലിയ സാധനം ഒരുക്കണത്. കണ്ട അവൻ പിടിച്ച് കുത്തണ കണ്ട. ഒരു കുട്ടിപ്പാപ്പാനെ പോയി കണ്ടിട്ട് വരാം. ഹായ്, കുറച്ച് തന്നെ Ranjit, how old are you? Age? 31. You are handling Tamil theriyuma? Kannada Malayalam? ഇത്രയും ചെറിയ പയ്യന്മാരാണ്, ഇത്രയും ചെറിയ കുട്ടികളാണ് ഇത്രയും വലിയ ആനേനെ ആ ഒരു ചെറിയൊരു തോട്ടി വെച്ചിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലേ ശരിക്കും പറഞ്ഞത്? നോക്കി, അവനൊക്കെ പാട്ട് പാടിയിട്ടാണ് കൊണ്ടുപോണത്. കണ്ടില്ലേ, രണ്ട് ചെറിയ പയ്യന്മാർ ഇത്രയും വലിയ ആനേനെ കൊണ്ടുപോവുക. എന്താ കാഴ്ച. നമ്മൾ പോകാൻ പോകുന്നത് റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിലേക്കാണ്. അതാണ് ഈ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, റിവർ റാഫ്റ്റിംഗ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനം തന്നിട്ട് ആൾ അങ്ങോട്ട് പോയേക്കാണ്. ഫുൾ സെറ്റായിട്ട് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഇവിടെ ആളുകളെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇവിടെ കൂടെ വന്നവരൊന്നുമല്ല, ഇവരുടെ ഒപ്പം നമ്മൾ ജോയിൻ ആവുന്നതാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ വന്നത്. ഓക്കെ, നമ്മളപ്പോൾ പോവാണ്. യെസ്, ഇത് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഇത് ജസ്റ്റ് എന്താ മാതിരി പോയതുള്ളൂ. ഓ, ആ ഹൈറ്റിൽ വെള്ളം വരാം. ജൂൺ ജൂലൈയിലാ? ഓ ഓ ഓ, 7 കിലോമീറ്റർ വരും. എவ்வளோ പ്രൈസ് ആവും? 6 പെർ അല്ലേ? ജീപ്പിലാ വരാം. അപ്പൊ അവര് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് നോർമലായിട്ട് പോവുള്ളൂ. നമ്മള് മറ്റു ചാനലുകളിലൊക്കെ കണ്ടതുപോലുള്ള ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല. ഇത് ജസ്റ്റ് നമ്മൾ 1.5 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്റർ പോയിട്ട് ജസ്റ്റ് സർക്കിൾ അടിച്ചിട്ട് വരും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ മറ്റതിൽ കണ്ടതുപോലെ ഞാനും എക്സ്പെക്ട് ചെയ്തതുപോലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല. നോർമലി നമ്മൾ വഞ്ചി തുഴഞ്ഞു പോകുന്നത് പോലെ തുഴഞ്ഞു പോയിട്ട് തിരിച്ചു വരും. Hi guys. Yes. How are you doing? I'm from Hyderabad. All are. Hyderabad, Mumbai. I'm from Vizag. Okay. Now where are you coming from? Bangalore. Where in Bangalore? Koramangala. Koramangala? We are also. That's why I'm asking. Actually, we are thinking we are on drive, but we are not on drive. Drive to him. That is the truth. യെസ്, അപ്പോൾ നമ്മുടെ റിവർ റാഫ്റ്റിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു റിവർ റാഫ്റ്റിങ്ങിന്. സാധാരണ രീതിയിലാണ് നമ്മൾ പോയത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിലല്ല സാധാരണ റിവർ റാഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 4 മാസങ്ങളിലാണ് കൃത്യമായിട്ടും റിവർ റാഫ്റ്റിംഗ് പരിപാടികൾ നടക്കുന്നത്. കറക്റ്റ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്നത്. കാരണം അപ്പോൾ ആ വെള്ളം ഈ ഹൈറ്റോളം വെള്ളം അവിടുന്ന് ഇവിടം വരെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ലെവല് വെള്ളം ഉണ്ടാവുമ്പോൾ ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫീൽ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ കൂടുതലും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലായിട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വഞ്ചി ഓടിച്ച് പോകണം, മീൻ പിടിക്കാൻ പോകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ. അതെല്ലാം നിങ്ങൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പറയുന്നത്, ഇവർ തന്നെ അത് അഡ്വഞ്ചറസ് ആക്കും. ഇവർ തന്നെ ആൾക്കാരെ ആക്സിഡൻറ്റ് ഉണ്ടാക്കി വെള്ളത്തിൽ വീഴ്പ്പിച്ച് നീന്തിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതാണ് പറയണത്. മാത്രമല്ല അന്ന് നമ്മൾ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ 7 കിലോമീറ്ററോളമാണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്യുക. ഇതിൽ യാത്ര ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി അത്രയും വഴികളിലൂടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് അവിടെ നിന്ന് ജീപ്പിലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 200 രൂപയാണെന്നുണ്ടെങ്കിൽ പീക്ക് ടൈം ആകുമ്പോൾ, അതായത് ആ 3-4 മാസങ്ങളിലാവുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഹൈ ആവും. അത് എത്ര ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ 600 രൂപയാവും. ഈ 600 രൂപയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്നുള്ള ജീപ്പ് തിരിച്ചു വരാനായിട്ട് ഫ്രീ ആണ്. ഒപ്പം തന്നെ ഒരാൾക്ക് 600 രൂപയാണ് എങ്കിൽ പോലും നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കറക്റ്റ് അഡ്വഞ്ചറസ് ഫീലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ. അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മരുന്നോ കാര്യങ്ങളോ കഴിക്കുന്ന വ്യക്തികളാണോ, ഒപ്പം തന്നെ ഡ്രസ് കോഡുകളും കാര്യങ്ങളും സാരി അതുപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളത്തിൽ വീണതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ ഒരു സാരി ഉടുക്കുമ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ കിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കൂടുതലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക. ഒപ്പം തന്നെ അടിപൊളിയായിട്ടുള്ള പരിപാടി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂർഗിൻ്റെ വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളിത് ഓഫ് സീസണിലാണ് വന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കണ്ടന്റുകൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഊർജ്ജമാണ്. പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത് നിങ്ങൾ തരുമെന്നുള്ള വിശ്വാസത്തോടെ ഇറ്റ്സ് മീ റിജു വേൾഡ്. ബൈ.